അത് പോയിട്ടില്ല. കട്ടപ്പയുടെ സീന് അവള് പിന്നീട് കുത്തിക്കൊണ്ടിരിക്കുക. അനുമോള് നല്ല, അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം എന്താ സാധനമെന്ന്. ഞാൻ നിന്റെ പിന്നീട് കുത്തിക്കൊണ്ടിരിക്കുവാന്ന്, നിന്നെ പറ്റി വീണ്ടും കുറ്റം പറഞ്ഞോണ്ടിരിക്കുവോ? ഇല്ല, പേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഞാൻ കട്ടപ്പാന്ന് പറഞ്ഞ ഓരോരുത്തരുടെ കമന്റ് കാണുമ്പോഴും ഒരു പരിധി വരെയാണ് കമന്റ് നോക്കി ജീവിക്കുന്നതെന്ന് ഞാൻ എനിക്ക് കമന്റ് മാത്രമല്ല, ഓരോരുത്തരെന്നെ വിളിക്കുന്നുണ്ട്, ഓരോ മെസ്സേജ് വരുന്നുണ്ട്. ഇതിന് മുമ്പുള്ള എല്ലാ സീസണിലും ഇതുപോലെ ആൾക്കാർ എന്താ ഇങ്ങനെ സൈബർ ബുള്ളിങ് അവരെ ഏറ്റിട്ടില്ലേ? അവരോടൊക്കെ നീ സംസാരിക്കണം, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് സംസാരിക്കണം. ഇവിടെ ഇതൊക്കെ പറയുമെന്ന് എനിക്കറിയാം. ഇതൊരു വിഷം എന്ന് പറയുന്നുണ്ട്, പാമ്പ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതൊന്നും എന്റെ തലയിലോട്ട് കേട്ടിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. നിനക്കറിയില്ലേ? പക്ഷെ പുറത്തുള്ള ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നേ. ഇപ്പൊ കാണുന്നവർ പറയും അവൾ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ ആദ്യമൊക്കെ ഇതൊക്കെ തമാശ രീതിയിലാണ് എടുത്തോണ്ടിരുന്നത്. ഓക്കെ, കമന്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ തമാശ രീതിയില്ല. പിന്നെ ഓരോരുത്തരുടെ റിയാക്ഷൻ വീഡിയോ, ഓരോരുത്തർ എന്നെ എന്തൊക്കെ വൃത്തിയുടെ പറയണമെന്ന് അറിയാമോ? അല്ലെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ എത്രത്തോളം കരിവാരത്തേക്കോ അത്രത്തോളം കരിവാരി തേച്ച് എന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ഇതിന് മുമ്പ് ഇവിടെ സമയം ഉണ്ടായിരുന്നു, എത്ര ദിവസങ്ങളുണ്ടായിരുന്നു. പറയട്ടെ, പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മിണ്ടാമായിരുന്നു, നിനക്ക് വേണമെങ്കിൽ, എന്നെ മാത്രം പറയരുത്, നിനക്കും വേണമെങ്കിൽ മിണ്ടാമായിരുന്നു. ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടില്ല. അവസാന നിമിഷത്തിലേക്കോ ഇടയ്ക്ക് ശൈത്യ, പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഒരു കാരണവശാലും പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ശൈത്യക്ക് മനസ്സിലായില്ലേ? ഇതെന്താണ്, ഇതൊക്കെ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇന്ന് മുതൽ ഇപ്പം മുതലുള്ള കാര്യങ്ങൾ സംസാരിക്കും. പഴയ കാര്യങ്ങൾ വിട്ടു. ഇപ്പം മുതൽ നിങ്ങൾ അവിടെ ആ വീഡിയോ കണ്ടു, നിങ്ങൾ സംസാരിച്ചു. മനസ്സിലായി.